നമസ്കാരം. ഇക്കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നിന്ന് ജയിച്ച UDFൻ്റെ MLA യും ഇപ്പോൾ മന്ത്രിയുമായ ശ്രീമതി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചതിനെ തുടർന്ന് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഇസ്ലാമിസ്റ്റുകളുടെ ഭാഗത്തു നിന്ന് വലിയ വിവാദങ്ങളുണ്ടായി. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അസഭ്യം കലർന്ന ഭാഷയിൽ മാത്രമായി ബിന്ദു കൃഷ്ണയ്ക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ അവർ ഉയർത്തുകയും ചെയ്തു. ഈ വിമർശനങ്ങളുടെ ഒന്നും അടക്കത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കുള്ള പരിഗണന ഈ വ്യക്തികൾ അർഹിക്കുന്നില്ല. പക്ഷേ ഇവരുടെ പിന്നിലുള്ള ഇവരെ പ്രേരിപ്പിക്കുന്ന ചേതോവികാരം, മതം എന്ന ചേതോവികാരം വിശകലനത്തിന് ബാധ്യതപ്പെട്ടതുമാണ്. കാരണം നാം അത് വിശകലനം ചെയ്തേ മതിയാകുകയുള്ളൂ. അതിൻ്റെ പ്രധാന കാരണം, തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ UDFൻ്റെ പ്രധാന എതിരാളികളായ LDF ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. UDF ഭരണത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ഉൾപ്പെടെയുള്ളത് ഭരിക്കുന്നതോ കൈയാളുന്നതോ ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കുമെന്നുള്ളത്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്നുള്ള ഒരു സംഘടന ഒരു മതവാദ സംഘടന തന്നെയാണെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പക്ഷേ LDFൻ്റെ ഒരു രാഷ്ട്രീയ ആരോപണം എന്നതിനപ്പുറം ഇതൊരു വിശകലനം ചെയ്യപ്പെടേണ്ട കാര്യമാണ്. പലപ്പോഴായി ഇതിൻ്റെ പല രീതിയിലുള്ള വിശകലനങ്ങൾ തത്വമയി ന്യൂസ് പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ ദിവസവും പുതിയ പുതിയ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത്തരത്തിലുള്ളൊരു മതവാദ സംഘടനയുമായി കൂട്ടുകൂടി അധികാരത്തിലെത്തിയ UDF സർക്കാർ കേരളത്തെ ഏതൊരു തരത്തിലുള്ള അപകടത്തിലേക്കാണ് നയിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ളത് നിരന്തരമായി ചർച്ച ചെയ്യപ്പെടേണ്ട, വിശകലനം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിലൊരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന മതവാദ സംഘടന ഒരു സംഘടന മാത്രമായി കാണേണ്ട ഒരു ആപത്തല്ല. കാരണം ഇതിൻ്റെ പല മുഖങ്ങളുണ്ട്. അതായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ശാഖകൾ തന്നെ പലതുണ്ട്. പക്ഷേ ഈ മതവാദത്തിൻ്റെ പല മുഖങ്ങളായിട്ട് തന്നെയുണ്ട്. ആത്യന്തികമായി ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. പ്രത്യക്ഷത്തിൽ ഇവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. സമസ്തയും ഗുമസ്തയും കിമസ്തയും ഒക്കെ തമ്മിൽ പ്രത്യക്ഷത്തിൽ ആശയപരമായിട്ടുള്ള തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആത്യന്തികമായി മതരാജ്യ സ്ഥാപനം എന്ന കാര്യത്തിൽ ഇവരെല്ലാം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി എന്ന് ഞാൻ പറയുമ്പോൾ കൃത്യമായിട്ട് അതിപ്പോൾ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ആയാലും ജഫ്രി തങ്ങളായാലും മറ്റേതെങ്കിലും തട്ടമിട്ട മൗലവി ആയാലും പൊറോട്ടക്കെട്ട് കെട്ടിയ അമ്പലങ്ങൾക്ക് പിരിവ് കൊടുക്കുമ്പോൾ അത് വേശ്യാലയങ്ങൾക്ക് പിരിവ് കൊടുക്കുന്നതിന് തുല്യമാണെന്ന് പറയുന്ന ജിഹാദി ആയാലും അവരെല്ലാം ഒന്ന് തന്നെയായിട്ട് കാണണം. ഇതിനെല്ലാം ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു കുടക്കീഴിൽ ഈ ഒരു വിശകലനത്തിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി ഞാൻ കൊണ്ടുവരികയാണ്. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുമ്പോൾ ഇതെല്ലാം അതിൽ ഉൾപ്പെടുന്നു. എന്തിന് ISIS വരെ ഉൾപ്പെടുന്നു എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ ഓർത്ത് വയ്ക്കുക. ആ ഒരു ആമുഖത്തോടുകൂടി കാര്യത്തിലേക്ക് കിടക്കാം. ഇപ്പോൾ ഈ ബിന്ദു കൃഷ്ണയ്ക്കെതിരെയുള്ള ശ്രീ വെള്ളാപ്പള്ളി നടേശനെതിരെ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റുകൾ ഉറഞ്ഞു തുള്ളുന്നത് അവരുടെ സ്വാഭാവികമായൊരു പ്രവൃത്തി മാത്രമാണ്. കാരണം കൃത്യമായിട്ട് ഈ മുസ്ലിങ്ങൾ അനർഹമായ അവകാശങ്ങൾ എന്നുള്ള രീതിയിൽ ഒരുപാട് സൗജന്യങ്ങൾ പിടിച്ചു വാങ്ങുന്നു. അവർക്കൊരുപാട് പ്രീണനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. കാരണം ഇടതായാലും വലതായാലും പ്രീണനങ്ങൾ നൽകപ്പെടുന്നുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന് ഇടതിൻ്റെ ഭാഗത്തായിരുന്ന വെള്ളാപ്പള്ളി നടേശനെങ്കിൽ അദ്ദേഹം ഒരു ഓട്ടോറിക്ഷയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്നിരുന്നാലും ആ ഓട്ടോറിക്ഷയ്ക്കും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു ജനാധിപത്യ രാജ്യമാണിത്. അടിസ്ഥാനപരമായി മുസ്ലിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം ഒരു പരിധി വിട്ട് നടക്കുന്നുണ്ട് രാഷ്ട്രീയത്തിൽ എന്നുള്ള സത്യം തുറന്നു പറഞ്ഞിട്ടുള്ള അപൂർവം ചില വ്യക്തികളിൽ ഒരാളാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ ഒരു അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിച്ചേ മതിയാവൂ. കാരണം അത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ സത്യം വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അദ്ദേഹം വെറുക്കപ്പെട്ടവനായി. അദ്ദേഹത്തെ കണ്ടാൽ, അതായത് പട്ടിയെയും പന്നിയെയും അദ്ദേഹത്തെയും തൊട്ടാൽ മണലിട്ട് കുളിക്കണം എന്നാണ് ചില പണ്ഡിതന്മാർ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അലറിക്കൂവുന്നത്. ഈ മണലിട്ട് കുളി എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ടൊരു ഇസ്ലാമിക ചരിത്രവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നൊരു കാര്യമാണ്. കാരണം ഈ മണലാരണ്യത്തിലാണല്ലോ ഈ ഒരു മതമുണ്ടായത്. അന്നത്തെ കാലത്ത് ശൗച്യത്തിന് പോലും ആവശ്യത്തിന് വെള്ളമില്ലാത്ത മരുഭൂമിയിൽ മണൽ ഉപയോഗിച്ചായിരുന്നു ഈ ശൗച്യമെല്ലാം ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ അതൊരു ചര്യയാക്കി പണ്ഡിതന്മാർ അതാണ് ഏറ്റവും വലിയ ശുചീകരണ പ്രക്രിയ എന്നുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത് ഇപ്പോഴുള്ള ഈ മന്ദബുദ്ധികളുടെ മുൻപിൽ. അതുകൊണ്ട് തന്നെ അവർ മണലിട്ട് കുളിക്കണം എന്ന് അതാണ് ഏറ്റവും വലിയ ശുചീകരണ പ്രക്രിയ എന്നുള്ള രീതിയിലാണ് കൊണ്ടു നടക്കുന്നത്. ഏറ്റവും വലിയ ഹുറികളെ കിട്ടുവാനുള്ള ഏറ്റവും നല്ല മാർഗം ശുചീകരണ മാർഗം എന്നാണ് കൊണ്ടു നടക്കുന്നത്. അപ്പോൾ തന്നെ ആ ഒരു വൃത്തിയുടെ ഒരു ആഴവും പരപ്പും നിങ്ങളൊന്ന് ഊഹിച്ചുകൊള്ളുക. അത് സാന്ദർഭികമായി പറഞ്ഞു എന്ന് മാത്രം. കാര്യത്തിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നവരുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എതിർപ്പുകൾ അസഭ്യമൊക്കെ വിളിച്ചു പറഞ്ഞ് ബിന്ദു കൃഷ്ണയെ പോലുള്ളവരെ ആക്രമിക്കാൻ മുന്നിട്ട് നിൽക്കുന്നവർ, ഇവരുടെ ഈ മനോഭാവം ഒരുക്കിയെടുക്കുന്നതിലാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പങ്ക്. അവിടെയാണ് അവർ നിരോധിക്കപ്പെട്ട ഭീകരവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെക്കാളും
അപകടകാരികളാകുന്നത്. കാരണം പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അടിസ്ഥാനപരമായിട്ട് രാജ്യം പിടിച്ചെടുക്കുക, സായുധ വിപ്ലവം, കൈകാൽ വെട്ടുക, ബോംബ് വയ്ക്കുക, അത്തരത്തിലുള്ള പദ്ധതികളുമായി ഭീകരവാദികൾ തന്നെയാണ് തങ്ങൾ എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്നില്ലെങ്കിൽ പോലും പ്രവൃത്തികളിലൂടെ തെളിയിച്ച് മുന്നോട്ട് പോകുന്നൊരു സംഘടനയാണ്. പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള മതവാദ സംഘടനകളുടെ ഒരു പ്രവർത്തന രീതി, പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു ബഹുസ്വര സമൂഹം എന്ന ഇരട്ടപ്പേര് അല്ലെങ്കിൽ ഒരു ചീത്തപ്പേര് അവർ തന്നെ ചാർത്തിക്കൊടുത്തൊരു സമൂഹത്തിൻ്റെ ഇടയിൽ അവർ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ എപ്പോഴും ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് എന്നുള്ള രീതിയിലാണ്. എന്നിട്ട് അവരൊരു പൊതുബോധം കേരളത്തിൽ മനസ്സിൻ്റെ ഇടയിൽ ഈ അവരുടെ മാധ്യമം വാരികയിലൂടെയാണെങ്കിലും മീഡിയ മുക്കാൽ ചാനലിലൂടെയാണെങ്കിലും സൃഷ്ടിച്ചെടുക്കുന്നത് ഈ മതേതരത്വം എന്ന് പറയുന്നത്, ബഹുസ്വരത എന്ന് പറയുന്നത് ജനാധിപത്യപരമായി നിങ്ങൾ കാത്തു സൂക്ഷിക്കണമെങ്കിൽ, നിങ്ങളൊരു ഉത്തമ പൗരനാകണമെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക പ്രീണനം നിങ്ങൾ നടത്തണം. ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ ഏത് തരത്തിലും എത്ര നീചമായും വിമർശിച്ചോളൂ, അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷേ മുസ്ലിങ്ങളുടെ മനസ്സ് നോവിക്കരുത്. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ പോലും, അവരുടെ മതത്തിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പോലും അത് ചൂണ്ടിക്കാണിക്കരുത്. അതേസമയം നിങ്ങൾ മറ്റ് മതത്തിൽ ഇല്ലാത്ത കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും വേണം. എന്നാലേ ഈ ഒരു ബഹുസ്വരത പൂർണ്ണമാവുകയുള്ളൂ, മതേതരത്വം പൂർണ്ണമാവുകയുള്ളൂ എന്നുള്ളൊരു ധാരണ വളരെ സമർത്ഥമായി ഒരു സാമർഥ്യത്തോടു കൂടി തന്നെ നമ്മുടെ കേരള സമൂഹത്തിൻ്റെ ഇടയിലേക്ക് കുത്തിവെക്കപ്പെട്ടിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് ഭാരതീയ സമൂഹത്തിൻ്റെ ഇടയിൽ തന്നെ ഇടത് ബുദ്ധിജീവികളുടെ, ജിഹാദികളുടെ ഒരു അച്ചാരം പറ്റി ജീവിക്കുന്ന ഇടത് ബുദ്ധിജീവികളിലൂടെ അവർ ഭാരത സമൂഹത്തിൽ തന്നെ ഏറെക്കാലം കുത്തിവെച്ചുകൊണ്ടിരുന്നു. അതിനെയെല്ലാം കുടഞ്ഞെറിഞ്ഞ് ഭാരത സമൂഹം ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കുകയാണ്. പക്ഷേ കേരളത്തിൽ ഇപ്പോഴും അത്തരത്തിലൊരു ബഹുസ്വരതാ ശീലം നിലനിൽക്കുന്നുണ്ട് കേരള സമൂഹത്തിൻ്റെ ഇടയിൽ. അതിൻ്റെ ഒരു പ്രധാന ഉത്തരവാദി, ബൗദ്ധിക ഉത്തരവാദികൾ ഈ ജമാഅത്തെ ഇസ്ലാമികളാണ്. പക്ഷേ അവരുടെ ഇപ്പോഴുള്ള ഏറ്റവും വലിയ പരിഭ്രമം, കേരളവും ഭാരതത്തെ പോലെ തന്നെ ഇക്കാര്യങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങി അവർക്ക് നേരെ വിമർശന സ്വരങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ അവർക്ക് ഏറ്റവും വെറുക്കപ്പെട്ടവനായി മാറുന്നത്. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളൊരു സാമുദായിക നേതാവിനെ രൂക്ഷമായി ആക്രമിക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ ഒരു ഉദാഹരണമായി മറ്റുള്ളവർക്ക് മുൻപിൽ വയ്ക്കാം. നിങ്ങളിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞാൽ നിങ്ങളും ഇങ്ങനെ ആക്രമിക്കപ്പെടും. വെള്ളാപ്പള്ളി നടേശനെ പോലെ ഇത്രയും സ്വാധീനവും പ്രശസ്തിയുമുള്ളൊരു വ്യക്തിയെ ഇത്ര ക്രൂരമായി ഞങ്ങൾക്ക് ആക്രമിക്കാമെങ്കിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകുന്നവരെ, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സൗഹൃദ സന്ദർശനം നടത്തുന്നവരെ ഞങ്ങൾക്ക് ഇത്രയും നീചമായി അപഹസിക്കാമെങ്കിൽ നിങ്ങളൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല, വിഷയമേ അല്ല എന്നുള്ളൊരു സന്ദേശം അവർക്ക് നൽകുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു രീതി കേരള സമൂഹത്തിൻ്റെ ഇടയിൽ ഒരുക്കി വച്ചിരിക്കുന്നതും കൃത്യമായി ഉപയോഗിക്കുന്നതും. ഇനി ഇതിൻ്റെ പേരിൽ എന്തെങ്കിലും കേസോ പ്രശ്നങ്ങളോ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന മുഹ്സിനും ഇത്തരത്തിലുള്ള നീചമായ അഭിപ്രായങ്ങൾ പറഞ്ഞ വ്യക്തികൾക്കൊന്നും ജമാഅത്തെ ഇസ്ലാമിയുമായി നേരിട്ടൊരു ബന്ധവും കാണില്ല. പക്ഷേ ഇവരുടെ എല്ലാം ഒരു പാഠ്യപദ്ധതികളുണ്ടല്ലോ. കൊച്ചുനാൾ മുതൽ തന്നെ ഇവർ പഠിക്കുന്ന ഒരു പാഠ്യപദ്ധതി, ആ പാഠ്യപദ്ധതികളിൽ പോലും സ്വാധീനം ചെലുത്തി പ്രബോധനം പോലുള്ള മാസികകളിലോ വാരികകളിലോ ഒക്കെ ഭീകരവാദ സംഘടനകൾക്ക് ഞങ്ങൾ കൃത്യമായിട്ടുള്ള ഏകോപനം, ഭീകരവാദ സംഘടനകളിൽ ഇടയിലുള്ള ഏകോപനം മുതൽ അവർക്ക് നൽകുന്ന മറ്റ് സഹായങ്ങൾ വരെ നമ്മൾ ചെയ്യാറുണ്ട് എന്നുള്ള പരസ്യ പ്രഖ്യാപനം വരെ ചെയ്ത് ഇവരുടെ ഒരു മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകൾ ഊട്ടിയുറപ്പിക്കുന്നതിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള പങ്ക് ചെറുതല്ല എന്ന് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയാണ് അതിൻ്റെ ഒരു പ്രധാന കുന്തമുന കേരള സമൂഹത്തിൽ. എന്നാൽ ഒരു ഭീകരവാദ സംഘടന എന്ന നിലയിൽ നിരോധിക്കപ്പെടാതിരിക്കുവാനുള്ള എല്ലാ മുൻകരുതലുകളും നിയമത്തിൻ്റെ പഴുതുകൾ ഉപയോഗിച്ച് അവരെടുത്തിട്ടുമുണ്ട്. ഒരു കാര്യം ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരാം, ഈ പ്രബോധനം എന്നുള്ള അവരുടെ പ്രസിദ്ധീകരണത്തിൽ വന്ന ഇത്തരത്തിലൊരു അവകാശവാദം, അതിനെ സംബന്ധിച്ച് കേരളത്തിൽ നിന്ന് പരാതികൾ ഉയർന്നു. കമ്മ്യൂണിസ്റ്റുകാരാണ് അത് ആദ്യം വെളിച്ചത്ത് കൊണ്ടുവന്നത്. അത് ജമാഅത്തെ ഇസ്ലാമിയോടുള്ള രാഷ്ട്രീയ വിരോധം വെച്ച് UDFനോടൊപ്പം അവർ നിൽക്കുന്നു എന്നുള്ള രാഷ്ട്രീയ വിരോധം. അതിൻ്റെ പശ്ചാത്തലത്തിലാണെങ്കിൽ പോലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ ആ വിഷയം കയ്യിലെടുക്കുകയാണ്, ഇതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ് എന്ന് കരുതുക. ഏറ്റവും കൂടിയ ഒരു പ്രവൃത്തി അവർക്ക് ചെയ്യുവാൻ സാധിക്കുക ഈ പ്രബോധനം എന്നുള്ള മാസിക അല്ലെങ്കിൽ പ്രസിദ്ധീകരണം നിരോധിക്കുക. പക്ഷേ അന്വേഷണം ആഴത്തിലേക്ക് ചെല്ലുമ്പോൾ ഈ പ്രബോധനത്തിന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപക്ഷെ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് നേരിട്ട് ഒരു ബന്ധവും കാണില്ല. അവർക്ക് കൃത്യമായി കൈ കഴുകുവാനുള്ള എല്ലാ വാതിലുകളും അവർ തുറന്നു വെച്ചിട്ടുണ്ടാകും. കൈ കഴുകി രക്ഷപ്പെടുവാനുള്ള വാതിലുകൾ തുറന്നു വെച്ചിട്ടുണ്ടാകും. മീഡിയ വണ്ണിൻ്റെ കാര്യത്തിൽ അത്രത്തോളം എളുപ്പമല്ല. പക്ഷേ അതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ അന്വേഷണങ്ങളും നടപടികളും കേന്ദ്ര സർക്കാർ കൈക്കൊള്ളുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്കറിയുവാൻ കഴിയുന്നത്. എന്തായാലും കേന്ദ്ര സർക്കാർ ഇതിൻ്റെ പിന്നാലെ തന്നെയുണ്ട്.
അത്ര പെട്ടെന്നൊന്നും ഇവരെ അങ്ങനെ വിടുവാൻ കേന്ദ്ര സർക്കാരിന് ഉദ്ദേശമില്ല എന്നുള്ളതും ഉറപ്പാണ്. പക്ഷേ അത്രത്തോളം കാലം ഈ കൃത്യമായ നിയമത്തിൻ്റെ ചട്ടക്കൂടിൽ ഇവരെ കൊണ്ടുവന്ന് ഇവരെ പൂട്ടുന്നത് വരെ കേരള സമൂഹം ഇവരെ ചുമക്കുവാൻ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് UDF സർക്കാർ ഇന്ന് അവരുടെ ദയാദാക്ഷിണ്യത്തിൽ ഭരണത്തിലിരിക്കുന്നതിൻ്റെ കാരണത്താൽ. UDF സർക്കാർ അവരുടെ ദയാദാക്ഷിണ്യത്തിൽ തന്നെയാണ് ഭരണത്തിലിരിക്കുന്നത്. ഈ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗും രണ്ടും രണ്ടല്ല. ഈ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് ബൗദ്ധികമായി ജമാഅത്തെ ഇസ്ലാമിക്ക് വിധേയപ്പെട്ട് കഴിയുന്നൊരു പാർട്ടിയാണ്. പ്രത്യക്ഷത്തിൽ അവർ ജമാഅത്തെ ഇസ്ലാമിയെ പലപ്പോഴും തള്ളിപ്പറയുമെങ്കിലും അതും വളരെ മയപ്പെടുത്തിയ ഭാഷയിലേ തള്ളിപ്പറയുകയുള്ളൂ. അങ്ങനെ പറയുമെങ്കിൽ പോലും ജമാഅത്തെ ഇസ്ലാമിക്ക് കീഴ്പ്പെട്ട് മുന്നോട്ട് പോകുന്ന ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗും. അതുകൊണ്ട് തന്നെ UDF ഭരണത്തിൽ ജമാഅത്തെ ഇസ്ലാമിക്കുള്ള സ്വാധീനം വളരെ വലുതാണ്. ഈ ബിന്ദു കൃഷ്ണ ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സന്ദർശിച്ചപ്പോൾ ഉണ്ടായിരിക്കുന്ന ഒരു കൊടുങ്കാറ്റുണ്ടല്ലോ, അസഭ്യവർഷത്തിൻ്റെ കൊടുങ്കാറ്റ്, അതൊരു സൂചന മാത്രമാണ്. പല സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഓരോ സൂചനകളും പ്രത്യേകം എടുത്ത് വിശകലനം ചെയ്താൽ എല്ലാ ദിവസവും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും. എന്നിരുന്നാൽ പോലും ഇതിൽ പ്രധാനപ്പെട്ട എല്ലാ വിഷയങ്ങളും തത്വമയി ന്യൂസ് തന്നെ പ്രേക്ഷകരുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, അതിൻ്റെ വിശകലനങ്ങളും അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ കേരള സമൂഹത്തിൽ ഈ ഒരു തിരിച്ചറിവ് വളരെ ഹ്രസ്വമായൊരു നേരത്തേക്ക് മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. അടുത്ത ദിവസം ജമാഅത്തെ ഇസ്ലാമിയെ നമ്മൾ മറന്നു പോകും. അത് നമ്മുടെ ഓർമ്മയുടെ ഒരു കുഴപ്പവും കൂടിയാണ്. അത് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രവർത്തന രീതിയുടെ പ്രത്യേകതയുമാണ്. അവർ എപ്പോഴും നിഴലിൽ നിന്നാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇരുളിൽ നിന്ന് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ചരട് വലിച്ച് അവർ എപ്പോഴും കഴിയുന്നത്രത്തോളം അപ്രത്യക്ഷരായി, അല്ലെങ്കിൽ നമ്മുടെ കൺമുമ്പിൽ വരാത്ത രീതിയിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനേ ശ്രമിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ കേരള സമൂഹം ജാഗ്രത പാലിക്കാത്തിടത്തോളം കാലം ഈ വിഷവിത്തുകൾ ഇവിടെ വളർന്ന് പന്തലിച്ച്, ഇരുട്ടിൽ നിന്ന് വളർന്ന് പന്തലിച്ച് ഒടുവിൽ അവർ വെളിച്ചത്തേക്ക് വരുന്നൊരു കാലം വരുമ്പോൾ, പൂർണ്ണമായും വെളിച്ചത്തേക്ക് വരുന്നൊരു കാലം വരുമ്പോൾ നമ്മെ സംബന്ധിച്ച്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ, ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും അടിസ്ഥാനപരമായിട്ട് കാഫറുകളെ സംബന്ധിച്ച് നേരമേറെ വൈകിപ്പോയിരിക്കും എന്ന് മാത്രമേ അവസാനമായി ഇതിനെക്കുറിച്ച് പറയുവാനുള്ളൂ. ഈ വിഷയത്തിൽ ഇന്ന് അവസാനമായി, ഇനിയും ഈ വിഷയം ഉയർന്നു വരും തീർച്ചയാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഇസ്ലാമിസ്റ്റുകളുമാണല്ലോ മറുവശത്ത്. അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരുപക്ഷെ ചർച്ചയ്ക്ക് എടുക്കേണ്ടി വന്നേക്കാം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ. എന്തായാലും ഇത് സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ തീർച്ചയായും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. കാരണം ഈ വിഷയത്തിൽ സംവാദങ്ങൾ തുടരേണ്ടത്, വിശകലനങ്ങൾ തുടരേണ്ടത് ആവശ്യമാണ്. ഒരു ആഗ്രഹമല്ല, ആവശ്യമാണ്. അത് കേരള സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയുള്ളൊരാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.